മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ഹൈന്ദവ ജനത ഭാരതത്തില് നൂറ്റാണ്ടുകളായിട്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ക്രൈസ്തവ ഇൻവേഷനിലൂടെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇതിനകത്ത് വന്ന് ഭാരതീയമായ നന്മകളെല്ലാം ദ്രവ്യങ്ങളായിട്ട് ഭാരതത്തിലെ സമ്പത്ത്, അത് പ്രകൃതി വിഭവമായാലും അയിരുകളായാലും മറ്റ് ക്ഷേത്ര സമ്പത്തുകളായാലും എല്ലാം ചൂഷണം ചെയ്യാൻ അവർ ചെയ്ത ആ ഹീനമായ കൃത്യയുടെ കർമ്മങ്ങളുടെ പരിണത ബലമോ തുടർച്ചയോ ആയിട്ട് ഇന്ന് ഭാരതത്തില് ക്രൈസ്തവരില് ഒരു വിഭാഗം ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തി, ഹിന്ദുക്കളിൽ അപകർഷതാബോധം ഉണ്ടാക്കി, ഹൈന്ദവ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും എല്ലാം അവഹേളിച്ച് ഹൈന്ദവ ജനതയിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഇരുട്ടിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് വരണം, ക്രിസ്തുമതത്തിലേക്ക് വരണമെന്ന് ഉറക്കെയും പതുക്കെയും പറഞ്ഞ് ഹൈന്ദവ ജനതയുടെ മനസ്സിൽ സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമുള്ള അപകർഷതയുണ്ടാക്കി ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക. അത് സേവനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ആശുപത്രികളിലൂടെയും ധനസഹായത്തിലൂടെയും എല്ലാം അവർ ചെയ്യുന്നു. മറ്റൊരു വിഭാഗം ഈ ഹൈന്ദവമായ എല്ലാം ക്രിസ്തുമതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ധ്വജസ്തംഭം, കൊടിമരങ്ങള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ക്ഷേത്രത്തിലെ കാവി വസ്ത്രം, നമ്മുടെ വിഗ്രഹം, നമ്മുടെ കൽവിളക്ക്, നമ്മളുടെ വിളക്ക്, കൊടിയുയർത്തല്, ഉത്സവം, ആഘോഷം, അന്നദാനം, വെടിക്കെട്ട് തുടങ്ങിയ ഹൈന്ദവമായ ആചാരങ്ങള് ധാരാളം പള്ളികളിലേക്ക് എടുക്കാം. ഹൈന്ദവമായ വാക്കുകളെല്ലാം തന്നെ പള്ളിക്ക് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തയ്യാറാക്കുന്ന വിധത്തിൽ ചെയ്യാം. ഒരു വിഭാഗം പള്ളിയെ പ്രൊജക്ട് ചെയ്ത് ഇസ്രായേലിലുള്ള ജനതയ്ക്ക് വേണ്ടി എഴുതിയ ആ ബൈബിളിലെ വാക്കുകളും പേരുകളും പ്രൊജക്ട് ചെയ്ത് അത് മാത്രമാണ് മനുഷ്യന് ഇനി രക്ഷയുള്ളതെന്ന് ഹിന്ദുക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നിങ്ങൾ പാപികളാണെന്നും നിങ്ങളുടെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തു കുരിശുമരത്തിൽ കയറി എന്നുമെല്ലാം ഉള്ള കള്ളക്കഥകൾ പറഞ്ഞ് പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുക, യേശുക്രിസ്തുവിന്റെ ആരാധകരെ കൂട്ടുക. അതേ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിനിരുത്തുക, ഓണം ആഘോഷിക്കുക, ധാരാളം കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് ക്രിസ്തു ഭാഗവതം, ക്രിസ്തു ഗീത, ഭഗവത്ഗീതയിലെ വാക്കുകളെല്ലാം യേശുക്രിസ്തു പറഞ്ഞതായിട്ട് ചിത്രീകരിക്കാം. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് പറയാം. ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ബൈബിളിലുമുണ്ടെന്ന് പ്രഖ്യാപിക്കാം. യേശുക്രിസ്തുവിനെ കുറിച്ച് വേദങ്ങൾ പറയുന്നുണ്ടെന്ന് പറയാം. പ്രജാപതി എന്ന സങ്കല്പം വേദത്തിലുള്ളത് അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കാം. ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എന്നുള്ള രീതിയിൽ ഒരു വശത്തു കൂടെ ഹിന്ദുക്കളിൽ അപകർഷതയുണ്ടാക്കുക, മറുവശത്തു കൂടെ ഹിന്ദുക്കളിൽ ഉള്ളത് തന്നെയാണ് ക്രിസ്ത്യാനികളിലും ഉള്ളതെന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം വിഭാഗത്തിന് സാധിക്കുമോ ആ വിഭാഗങ്ങളെല്ലാം മതപരിവർത്തനം നടത്താം.
അവർക്ക് രാഷ്ട്രീയമായിട്ട് സ്വാധീനമുണ്ട്, മതപരമായിട്ട് സ്വാധീനമുണ്ട്. അവർ മതമൈത്രിയെക്കുറിച്ച് പ്രഖ്യാപിക്കും, സേവനത്തെക്കുറിച്ച് പ്രഖ്യാപിക്കും, സ്കൂളുകളെക്കുറിച്ച് പ്രഖ്യാപിക്കും, ശാന്തമായിട്ട് സംസാരിക്കും. ഒരു കർദിനാളിന്റെയും ബിഷപ്പിന്റെയും കന്യാസ്ത്രീയുടെയും അടുത്തൊക്കെ ഹിന്ദുക്കൾ പോയാൽ അവരുപയോഗിക്കുന്ന വാക്കുകളും അവരുടെ പെരുമാറ്റവുമെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനായ ഹിന്ദുവും അരമണിക്കൂർ കൊണ്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി തൊഴുത് പ്രാർത്ഥിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ പുറത്ത് ആടിന്റെ തോലിട്ട അകത്ത് ചെന്നായ്ക്കള് ആണ് എന്ന് മനസ്സിലാക്കാൻ ഹിന്ദുക്കൾക്ക് സാധിക്കാറില്ല ഒരു സ്ഥലത്തും. മറുവശത്ത് എങ്ങനെയാണോ 650 വർഷം ഇസ്ലാമിക ഭരണം ഭാരതത്തിൽ നടന്നത്, അത് സ്വേർഡ്സ് ഉപയോഗിച്ചായിരുന്നു. വാളും കുന്തവും ഉപയോഗിച്ച് ആക്രമിച്ച് ഇവിടത്തെ സർവ്വതിനെയും ബർഗ്ലറിയാണ്, ശരിക്ക് കൊള്ളയടിച്ച് അവർ തിരിച്ചു പോകുമ്പോഴും ഹിന്ദുവിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതിഥി ദേവോ ഭവ എന്നുള്ളത് ശത്രുദേവോ ഭവ എന്നുള്ളതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ശത്രുക്കളെയാണ് ഈശ്വരനായിട്ടും അതിഥിയായിട്ടും തിരഞ്ഞെടുത്ത് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടാൻ അവർ നിന്നുകൊടുക്കുക ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, 16 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടും അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങളും ഈ ആക്രമിക്കാൻ വന്ന പട്ടാളക്കാരും എല്ലാം ഭാരതത്തിലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മളെ കൊള്ളയടിക്കാൻ വന്നത്. അപ്പൊ അത് മറ്റൊരു സൈഡില്. ഇപ്പൊ സ്വേർഡ്സ് ഉപയോഗിച്ചിട്ട് അവരെല്ലാം ചെയ്തു. ഇപ്പോ മുസ്ലിങ്ങള് എവിടെയെല്ലാം അധികാരമുണ്ടോ അവിടെയെല്ലാം അവർക്ക് സംഘടനാ ശക്തിയുണ്ട്, അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പ്രദർശിപ്പിച്ച് കുറേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുസ്ലിങ്ങളിലെ പല സംഘടനകളും പുറത്തു പറയുകയും ആവശ്യം വരുമ്പോ അവരെല്ലാം വോട്ടിന്റെ കാര്യത്തിലും നിലനിൽപ്പിനും ഒരുമിച്ച് വരികയും ചെയ്യാം. അപ്പൊ പത്രമാധ്യമങ്ങളിലൂടെ ഈ മുസ്ലിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കുന്ന ഹിന്ദുവിന് തോന്നുന്നത് സമസ്തായും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഷിയായും സുന്നിയും അഹമ്മദിയായും മുജാഹിദീനും ഇവരെല്ലാം പരസ്പരം അടിക്കുകയാണെന്ന് നമുക്ക് തോന്നും. മലപ്പുറത്തും കോഴിക്കോട് നിന്നും ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, കോടതികളിൽ മുഴുവനും ഇപ്പൊ മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങൾ തമ്മിലാണ് ഇപ്പോ കോടതി വഴക്കും വ്യവഹാരവും കേസും കുന്നായ്മയുമെല്ലാം മുസ്ലിങ്ങൾ തമ്മിലാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കേസും ഇല്ല, ഒരു വഴക്കും ഇല്ല എന്ന് മലപ്പുറത്തെ ധാരാളം പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കോടതി കേസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ട് മുസ്ലിം സംഘടനകൾ തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം പത്രങ്ങളിൽ വരുമ്പോഴോ ദൂരെ മാറി നിന്ന് ഹിന്ദു ധരിക്കുന്നത് മുസ്ലിങ്ങൾ തമ്മിലും അടിയുണ്ട് എന്നാണ്. ഈ ക്രിസ്ത്യാനികൾ തമ്മിൽ അടിയുണ്ടെന്നും മുസ്ലിങ്ങൾ തമ്മിൽ അടിയുണ്ടെന്നും ധരിച്ച് ഇനി ഹിന്ദുക്കൾക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ഒരു മൂഢസ്വർഗത്തിലാണ് പലപ്പോഴും ഹിന്ദു ഇരിക്കുന്നത്. ഇതൊക്കെ വസ്തുതകളാണ്, സാധാരണ ആരും പറയാറില്ല. കാരണം ഇങ്ങനെ പറയുന്നതെല്ലാം തെറ്റാണെന്ന് ഹിന്ദുവിന് ഒരു തരത്തിലൊരു അപകർഷതാ ബോധമുള്ളതുകൊണ്ട് ഹിന്ദുക്കൾ ഇത് പറയാറില്ല. പക്ഷേ ഈ കോടതിയിൽ വ്യവഹാരം നടത്തുന്നവരും കേസ് നടത്തുന്നവരും വ്യത്യസ്തമായ സംഘടനകളുടെ ഭാരവാഹിത്വം വഹിക്കുന്നവരും വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമായ ദിവസങ്ങളിൽ സമ്മേളനം നടത്തുകയും സമ്മേളനത്തിൽ മറ്റ് മുസ്ലിം സംഘടനകളെ എതിർക്കുന്നവരും അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവരും വഴക്കിടുന്നവരും തമ്മിൽ കുത്തിക്കൊല്ലുന്നവരുമെല്ലാം രാഷ്ട്രീയത്തിൽ അവരവർക്ക് നേട്ടമുണ്ടാക്കുന്ന അവസരം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അവരവരുടെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു. ഇപ്പൊ നോക്കാം, ഈ മുസ്ലിം ലീഗും സമസ്ത എന്ന സംഘടനയും രണ്ട് തട്ടിലാണെങ്കിലും മുസ്ലിം പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് പകരം ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കൊടുക്കുമ്പോൾ അതിൽ സമസ്തായും ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അഹമ്മദിയ ഇല്ല, മുജാഹിദീൻ ഇല്ല, ഷിയ ഇല്ല, സുന്നി ഇല്ല, മുസ്ലിം ലീഗ് ഇല്ല, INL ഇല്ല, UMF ഇല്ല, ഒന്നുമില്ല. എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അതുപോലെ ഫീസുള്ളത് എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് അനുവദിക്കുന്ന
മദ്രസയിലെ അധ്യാപകർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇളവ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രസകൾ പണിയാനും പുതുക്കി പണിയാനും റിപ്പയർ ചെയ്യാനും എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പോ ആ സംഘടനയ്ക്കില്ല ഈ സംഘടനയ്ക്കില്ല എന്നുള്ളതൊന്നും വരുന്നില്ല. അങ്ങനെ അവരവരുടെ കാര്യം നോക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യാനികൾ, കാത്തലിക് ക്രിസ്ത്യാനികള്, സിറിയൻ ക്രിസ്ത്യൻസ്, ലാറ്റിൻ ക്രിസ്ത്യൻസ്, മാർത്തോമാക്കാര്, പ്രൊട്ടസ്റ്റന്റുകാര്, അല്ലെങ്കിൽ ജാക്കോബൈറ്റ്സ്, പല പല പേരുകളുണ്ട്. ഇതിൽ ഏതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഹിന്ദുവിനും അറിഞ്ഞൂടാ. പക്ഷെ ഏതെങ്കിലും പള്ളിയില് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ദൂരെ മാറി നിന്ന് ഹിന്ദുവിന്റെ മനസ്സിലൊരു തോന്നലാണ്, ഹിന്ദുക്കൾ മാത്രമല്ല തമ്മിലടിക്കുന്നത്, ക്രിസ്ത്യാനികളും തമ്മിലടിക്കുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണില്ല, ഈ ക്രിസ്ത്യാനികള് രണ്ട് വിഭാഗക്കാരും അവരവരുടെ കാര്യം വരുമ്പോ അവരൊരുമിച്ചാണ്. ഈ രണ്ട് വിഭാഗത്തില് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എതിർ ചേരിയിൽ നിൽക്കുന്നവർ പോലും അങ്ങോട്ട് പോകും. അങ്ങനെ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഈ കർദിനാൾമാർക്കും ഈ ബിഷപ്പുമാർക്കും ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഹിന്ദുവിനെതിരെ അവരെ ഒരുമിപ്പിക്കാൻ ഗവൺമെന്റ് പൈസ ലഭ്യമാക്കുന്നതിന്, ഗവൺമെന്റ് സൗകര്യങ്ങൾ, ഗവൺമെന്റിന്റേതായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നേടുന്നതിന് ഈ പുറത്ത് തമ്മിലടിക്കുകയും ശവം കുഴിച്ചിടാൻ പോലും അനുവദിക്കാത്ത പള്ളികൾക്കെതിരെ കല്ലെറിയുന്നവരും പള്ളിയിൽ അച്ഛന്മാർക്കെതിരെ പ്രതിഷേധിക്കുന്നവരും ടിയർ ഗ്യാസ് വരെ പോലീസ് ഉപയോഗിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ക്രൈസ്തവരുടെ ഇടയ്ക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം ആഴ്ചകൾ കൊണ്ട്, ചിലപ്പോൾ ഞാൻ പറയുന്നു ദിവസങ്ങൾ കൊണ്ട് ഇവര് പരിഹരിക്കും. പക്ഷെ ഈ പത്രവാർത്തകൾ കണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഫ്ലിക്റ്റുമുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസവും കോൺഫ്ലിക്റ്റുമുണ്ട്. അപ്പൊ അവര് ഹിന്ദുക്കളെ പോലെ ആയി വരികയാണ് എന്ന ധാരണ ഒരു നെഗറ്റീവ് കാര്യമാണ്. ഞാൻ ആ നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് തന്നെ വിവരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ തിന്മ കണ്ട് ആസ്വദിക്കുന്നു, തിന്മ കണ്ട് ആഹ്ലാദിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുകയല്ല. പലപ്പോഴും ആശ്വസിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലെ NSSും SNDPയും തമ്മിൽ യോജിപ്പിക്കാതിരിക്കാൻ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം മന്ത്രിമാരും, എല്ലാ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് മന്ത്രിമാരും, പല NSSകാരും പലരും ശ്രമിക്കുകയുണ്ടായി. അതില് ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു കാരണവശാലും ഹിന്ദുക്കൾ തമ്മിൽ യോജിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് നിയമനമായാലും അല്ലെങ്കിൽ ബാലകൃഷ്ണൻ പിള്ളയെ പോലെ ഒരു സ്ഥിരതയില്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യനെ മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ഉണ്ടാക്കി അയാളെ പിടിച്ച് ചെയർമാനാക്കിയത്. അദ്ദേഹത്തിനെ എന്നാണ് പറയേണ്ടത്. അതിനുള്ള യോഗ്യതയൊക്കെ അദ്ദേഹത്തിന് എത്രയുണ്ടെന്നുള്ളത് കുറെ കാലമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഒരു പ്രയോജനം ഇല്ലാത്തവനെ മുന്നോക്ക സമുദായത്തിന് ചെയർമാനാക്കിയാൽ മുന്നോക്ക സമുദായ കമ്മീഷന്റെയോ ബോർഡ് ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെയാവും. അതാണ് അതിന്റെ ലക്ഷ്യവും. അതേ സമയത്ത് പേരിന് അതുള്ളതാനും. അദ്ദേഹത്തിന് ഒരു 18 ലക്ഷം രൂപയുടെ കാറ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംമാതിരി പൈസ ചൂഷണം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ പൈസ എങ്ങോട്ട് പോകുന്നെന്ന് അന്വേഷിക്കാൻ ഒരു ഹിന്ദുവും മുമ്പോട്ട് വരില്ല. അങ്ങേർക്കാണെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ യാതൊരു താല്പര്യവും കാണില്ല. മുന്നോക്ക വിഭാഗമായതുകൊണ്ട് മറ്റു മതത്തിലെ മുന്നോക്ക വിഭാഗങ്ങൾ ഇദ്ദേഹത്തിനെ ചെന്ന് കണ്ട് ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങേര് പോയി ഈ പൈസ മുഴുവൻ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ സ്ഥാനത്തില്ലായിരുന്നെങ്കിൽ എത്ര ആശ്വാസമായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യിച്ച് ഹിന്ദുവിന് ഒന്നും ലഭിക്കാതെയാക്കുന്നത്. എന്നാൽ ഹിന്ദുക്കൾക്കെല്ലാം ലഭിക്കാൻ വേണ്ടി ചെയ്തു എന്ന് വരുത്തുകയും ചെയ്യാം. അങ്ങനെ NSSനെ ദേവസ്വം ബോർഡിന്റെയും അല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തിന്റെയും പേരില് SNDPയുമായിട്ട് അടുപ്പിച്ച് അവര് തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. അതേ സമയത്ത് മുസ്ലിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടത്തെ ഹിന്ദു കോൺഗ്രസ്സുകാർ ചെന്നിട്ടാണ് അവരെ യോജിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഹിന്ദു കോൺഗ്രസ്സുകാർ ചെന്നിട്ട് അവനവന്റെ സമുദായത്തെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന അതേ ഹിന്ദുക്കള്, അല്ലെങ്കിൽ അവനവന്റെ സമുദായത്തെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അതേ ഹിന്ദുക്കളാണ്
ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൊണ്ടുവരാനും മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനും വേണ്ടി പ്രയത്നിക്കുന്നത് എന്നുകൂടി ഓർക്കാം. ഇത്രയുമെല്ലാം ഞാൻ പറഞ്ഞത് അവസാനം കൺക്ലൂഷനിൽ വേറൊരു കാര്യവും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൈന്ദവ ജനത എവിടെയെല്ലാം ചങ്കൂറ്റത്തോടുകൂടി ധൈര്യമായിട്ട് പ്രവർത്തിച്ചുവോ അവിടെയെല്ലാം ഒരു വിഷമവും ഇല്ലാതെ ഹൈന്ദവ ജനതയ്ക്ക് നല്ല രീതിയിൽ ജനങ്ങളെ യോജിപ്പിക്കാനും ഹൈന്ദവ ജനതയ്ക്കെതിരെ വരുന്ന കാര്യങ്ങളെ പ്രതികരിക്കാനും സാധിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഉദാഹരണമായിട്ട് പറയും, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്, മോഡി, നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു RSSകാരനാണ്, പച്ചയ്ക്ക് RSSകാരനാണ്, RSSന്റെ ഫുൾ ടൈം വർക്കറാണ്, പ്രചാരകനാണ്. RSSന്റെ കാര്യാലയത്തിൽ പ്രവർത്തിച്ച് അവിടത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർന്ന വ്യക്തിയാണ്. മാതൃഭൂമിയും മനോരമയും അതുപോലെ അവരുടെ ചാനലുകളും പ്രിന്റ് മീഡിയയും എല്ലാം നരേന്ദ്രമോദി ഒരു RSSകാരനാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, ഫോട്ടോ കാണിച്ചു. മാത്രമല്ല അടുത്ത കാലത്ത് നടന്ന കുറേ സമ്മേളനങ്ങളില് RSSന്റെ പ്രാർത്ഥന അദ്ദേഹം നിന്ന് ചൊല്ലുന്നത് വരെ TV മാധ്യമങ്ങളിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് മുരളി മനോഹർ ജോഷി HRD മിനിസ്റ്റർ ആയിരുന്നപ്പോ സരസ്വതിയുടെ ഒരു പ്രാർത്ഥന ആ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സദസ്സിൽ ചൊല്ലി എന്ന കാരണത്തില് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് എത്രയാ ഒച്ചയെടുത്തത്. നമ്മുടെ കേരളത്തിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇറങ്ങിപ്പോവേണ്ടായി. ധാരാളം കോൺഗ്രസ് വിദ്യാഭ്യാസ മന്ത്രിമാര് മുരളി മനോഹർ ജോഷിയുടെ സമ്മേളനം മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോവേണ്ടായി, സരസ്വതിയുടെ പ്രാർത്ഥന ചെയ്തു എന്ന കാരണത്തില്. പക്ഷെ ഇന്ന് ചങ്കൂറ്റത്തോടുകൂടി ഇന്ന് BJPയുടെ പുറകില് RSSകാരാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകുന്ന വ്യക്തി ഡൽഹിയിലെ RSSന്റെ കാര്യാലയത്തിൽ പോയിട്ട് സംഘപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയതെന്നും ഈ പ്രാർത്ഥന പോലും സംഘത്തിന്റെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് നടന്നത് എന്നുള്ളതെല്ലാം ഫോട്ടോ സഹിതം വീഡിയോ സഹിതം അതിഗംഭീരമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടും ഒരു വ്യക്തിയും, വൃന്ദ കാരാട്ടിന്റെ ഭാര്യ, അവർക്ക് കുട്ടികളില്ലാത്തതിന്റെ മാനസിക രോഗമാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഭാര്യ ഒഴിച്ച് ബാക്കി ആരും തന്നെ ഒരു വരി പോലും പ്രതികരിച്ചില്ല. ഏതോ ഒന്ന് രണ്ട് കേരളത്തിലെ വ്യക്തികൾ, ഇടതുപക്ഷക്കാര്, അതെല്ലാവരൊന്നുമില്ല, സാധാരണ വേണ്ടതിനും വേണ്ടാത്തതിനും അഭിപ്രായം പറയുന്നവരെല്ലാം സൈലന്റ് ആയിരുന്നു. ഏതോ ചില ഒന്നോ രണ്ടോ വ്യക്തികള് മാതൃഭൂമിയില് ചരമക്കുറിപ്പ് അടിക്കുന്ന മാതിരി അഭിപ്രായ വ്യത്യാസം, RSSന്റെ അജണ്ടയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് നടപ്പാക്കുന്നത് എന്ന് ഒന്ന് ഹിന്ദി ചെയ്യുകയല്ലാതെ മറ്റുള്ളവരാരും വിമർശിച്ചിട്ടില്ല. അപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം തുറന്ന ഓപ്പണായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ചങ്കൂറ്റത്തോടുകൂടി ഹിന്ദുക്കൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരു സംശയവുമില്ല, മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അവര് സ്വാഭാവികമായിട്ടും ധീരന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് മദർ തെരേസ വാജ്പേയിയെ കാണാൻ പോയി. എന്തിനായിരുന്നു അറിയോ? ഭരണത്തിലിരിക്കുന്ന വ്യക്തികള് മദർ തെരേസയുടെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറ്റിക്കലിലൂടെയും ഈ പാവങ്ങളെ സേവനത്തിന്റെ പേരിൽ മതപരിവർത്തനം നടത്തുന്നത് എങ്ങാനും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താല്, അതുപോലെ കൽക്കട്ട കാളി ക്ഷേത്രത്തിന്റെ പകുതി കയ്യേറി മദർ തെരേസ അവരുടെ പള്ളി ഉണ്ടാക്കിയതെങ്ങാനും അന്വേഷിച്ചാല് കുറെ സത്യങ്ങൾ പുറത്തു വരുന്നത് ഒഴിവാക്കാൻ നേരെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഓഫീസിൽ ചെന്ന് കണ്ട് അവർ കുറെ നേരം സംസാരിച്ചു. അവർക്കറിയാം ശക്തന്റെ കൂട്ടത്തിൽ നിന്നാൽ ധാരാളം കാര്യങ്ങൾ ലഭിക്കുമെന്ന്. ഇവിടെ തന്നെ മോഡി പ്രധാനമന്ത്രിയായ ഉടനെ നമ്മുടെ പല ബിഷപ്പുമാരും, താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ പറഞ്ഞു, BJP ഭരണത്തിൽ വന്നു എന്നുള്ളത് ഒരു പ്രശ്നമുണ്ടാക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കണില്ല. എന്ത് കൂളായിട്ടാ നേരെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം ബിഷപ്പുമാർ തന്നെ ഉപയോഗിച്ചത്.
അപ്പോ ഞങ്ങൾക്ക് രാജഗോപാൽ ഏറ്റവും ബഹുമാന്യനാണെന്ന് സൂസൈവാക്യം ഇവിടെ പറയുകയുണ്ടായി. അപ്പോ അവർക്ക് ഈ കള്ളക്കളി നടത്തുന്നവർക്ക് ഒരു വഞ്ചിയിൽ നിൽക്കാൻ സാധിക്കില്ല, പല വഞ്ചികളിൽ കാലുവെക്കേണ്ടി വരും. അത് അവരുടെ ഇടയിലുള്ളവർ തന്നെ അറിയുന്നുണ്ട് കുറേയെല്ലാം. അപ്പോ നമ്മൾ ചെയ്യാനുള്ളത് ഏതെല്ലാം കാര്യങ്ങളില് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ളത് ധീരമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നവരെ ബി ട്രാൻസ്പെറന്റ്, ബി ഓപ്പൺ. ശരിക്കും ഭഗവത്ഗീത അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത യുദ്ധക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. ഒരു മുറിക്കകത്ത് ആരും കാണാതെയൊന്നുമല്ല ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്. ഈ രണ്ട് വിഭാഗക്കാരും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോഴാ പറഞ്ഞത്, കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത്, ഒരു ഭീരുവിനെ പോലെ ഈ സ്വർഗത്തെ തരാത്തത്, ധൈര്യമില്ലാത്തവനെ പോലെയുള്ള ഭീരുത്വം നിനക്ക് എവിടെ നിന്നാ വന്നത് ഹേ അർജുന എന്ന് ചോദിച്ച്, ക്ലൈബ്യം മാസ്മഗമപ്പാത്ത നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തവ. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ വലിച്ചെറിഞ്ഞിട്ട് ഹേ പരന്തവ, ശത്രുവിനെ കീഴടക്കാൻ കഴിവുള്ള ഹേ അർജുന നീ എഴുന്നേൽക്കുക എന്നാണ് അസന്നിഗ്ധമായിട്ട് കൃഷ്ണൻ യുദ്ധക്ഷേത്രത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും ഹിഡൻ അജണ്ടയും വെച്ചുകൊണ്ടൊന്നല്ല, പച്ചയ്ക്ക് തന്നെ പറഞ്ഞത്. അപ്പോ നമ്മൾ ധൈര്യമായിട്ട് ധീരനായിട്ട് എങ്ങനെയാണോ ജെറ്റ്ലിയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇലക്ഷന് തോറ്റല്ലോ, എന്താണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, എന്റെ തോൽവി പ്രശ്നമൊന്നുമല്ല, NDA ജയിച്ചു, അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എന്ത് പച്ചയ്ക്കാ പറഞ്ഞത്. ഇങ്ങനെ ധീരനെ പോലെ തോൽവിയെ പോലും വിജയമാക്കാൻ സാധിക്കുന്ന ലെവലില് നമ്മൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യാം. ആരെയും നശിപ്പിക്കാനോ ആരെയും അവഹേളിക്കാനോ ആരെയും അപകീർത്തിപ്പെടുത്താനോ ആരെയെങ്കിലും ഇടിച്ചു താഴ്ത്താനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രവർത്തനത്തെ എതിർക്കാനോ അങ്ങനെയൊന്നുമല്ല. ചതിയും വഞ്ചനയും പറ്റിക്കലും അവഹേളനവും അനുഭവിച്ച ഹൈന്ദവ ജനത ഒരു 1000-ലധികം വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് എപ്പോഴെല്ലാം ധീരനായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഹൈന്ദവ ജനതയ്ക്ക് അഭിമാന പുരസ്സരം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും മുസ്ലിങ്ങളും ഇവിടെ വന്നിട്ടും ഇന്നും ഹൈന്ദവ സംസ്കാരം അഭിമാനത്തോടുകൂടി നിലനിൽക്കാൻ കാരണം ഈ ധൈര്യമായ ധീരതയോടുകൂടിയ നിലനിൽപ്പാണ്. അപ്പൊ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ടിപ്പു സുൽത്താൻ ആക്രമിക്കാതിരിക്കാനും കാരണം തിരുവിതാംകൂർ രാജാവിന്റെ ചങ്കൂറ്റാണ്. നോർത്തിൽ നിന്ന് വന്ന ഒത്തിരി ഹിന്ദുക്കൾക്ക് അഭയം കൊടുത്തത് തിരുവനന്തപുരമാണ്. അപ്പോ നമ്മൾ എന്ന് ധീരന്മാരാവുന്നോ ഓരോ ഹിന്ദുവും അഭിമാനത്തോടുകൂടി ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നു. ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും ഹിന്ദുവായി തന്നെ ജനിച്ച് വളർന്ന് ഈ ഭാരതഭൂമിയിൽ ഭാരതമാതാവിന്റെ പുത്രനായി ജീവിക്കുമെന്ന് എപ്പോ ഒരു ഹിന്ദുവിന് തോന്നുന്നുവോ അന്ന് ഹിന്ദുവിന്റെ മുമ്പിൽ ആരും എതിർക്കാൻ വരില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് പറയാനുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളോടാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കള് ധീരന്മാരാണ്. അവര് ചെയ്യാൻ ഏറ്റുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. മരണത്തെ പോലും ഭയപ്പെടാത്തവരാണ്. അവര് വെറുതെ ചില നേതാക്കന്മാരെ കസേരയിൽ ഇരുത്താൻ വേണ്ടി ഈ കൊല്ലാനും ചാവാനും പോകുന്നതിന് പകരം നമ്മുടെ ധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കാം. ഒരു നേതാവിനും വേണ്ടി പ്രവർത്തിക്കേണ്ട. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി തന്നെ തുടരും. പാർട്ടിയിൽ നിന്ന് മാറേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ യുക്തിവാദിയാണെങ്കിൽ യുക്തിവാദിയായി തന്നെ തുടരുക, നിരീശ്വരവാദിയാണെങ്കിൽ നിരീശ്വരവാദിയായി തന്നെ തുടരുക. പക്ഷേ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും അത് ഒരു വ്യക്തിയും ഉണ്ടാക്കിയതല്ല. നമ്മുടെ അമ്മയാണ്. അമ്മയെ എനിക്ക് ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അമ്മ എന്റെ അമ്മയല്ലെന്ന് പറയാൻ സാധിക്കില്ല. പ്രകൃതി നിയമപ്രകാരം പരമപവിത്രമായ ഭാരതത്തിന്റെ മകളായി ജനിക്കാൻ സാധിച്ച നമുക്ക്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഹിന്ദുക്കൾക്ക് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അതിൽ തുടർന്നുകൊണ്ട് ഹൈന്ദവ ജനതയുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ
ധാരാളം മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ഒപ്പം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. ധാരാളം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ ഒപ്പം ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം സംഘേ ശക്തി കലൗയുഗേ, എവിടെയാണോ ശക്തിയുള്ളത്, എവിടെയാണോ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. ഉദ്യമം, ഇച്ഛാശക്തി ഉണ്ടാവുക, സാഹസം, ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടാവുക, ധൈര്യം, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണ്ട. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ബുദ്ധിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരണ്ട, ശക്തിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരണ്ട, പരാക്രമം. ഏത് തടസ്സങ്ങളെയും അടിച്ചു തെറിപ്പിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന കഴിവിനെയാണ് പരാക്രമം എന്ന് പറയാ. അപ്പോ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ, ഈ 6 എവിടെയാണോ ഉള്ളത് ദൈവം തത്ര പ്രകാശയേ, അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന സ്ഥലത്ത് ഈ 6 ക്വാളിറ്റി ഉണ്ടാവുന്നല്ല പറഞ്ഞിരിക്കുന്നത്. 6 ക്വാളിറ്റി ഉള്ള സ്ഥലത്തേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹൈന്ദവ ജനതയ്ക്ക് ധന്യമായ രീതിയിൽ അഭിമാനത്തോടുകൂടി മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെ എതിർക്കുന്നവരെയും മാനസികമായിട്ട് കീഴടക്കിയിട്ട്, ശാരീരികമായിട്ട് കീഴടക്കിയിട്ടല്ല, മാനസികമായിട്ട് കീഴടക്കിയിട്ട് ഹൈന്ദവ ജനതയുടെ സംസ്കാരത്തെയും ഭാരതീയ പൈതൃകത്തെയും നിലനിർത്തിക്കൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി ഈ രാഷ്ട്രത്തിന്റെ മക്കളാണ് എന്ന് പറയിപ്പിക്കാനുള്ള ആ അവസരമുണ്ടാക്കണമെങ്കിൽ ധീരനാവുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭീരുവിനുള്ളതല്ല ഈ ലോകം, ധൈര്യശാലിക്കുള്ളതാണ് ഈ ലോകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അന്ന് ഓരോ കുടുംബത്തിലുള്ള ഹിന്ദുവും, ഓരോ സമൂഹത്തിലുള്ള ഹിന്ദുവും, ഓരോ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുവും, ഓരോ സമുദായ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുവും ഹിന്ദുവായി ജീവിക്കുക. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ തുടരുക. പക്ഷേ ഹിന്ദുവാണെന്ന അഭിമാനത്തോടുകൂടി തല ഉയർത്തി പറഞ്ഞു നിൽക്കാനും പ്രവർത്തിക്കാനും എന്ന് സാധിക്കുന്നുവോ അന്ന് ക്രിസ്ത്യാനികൾക്കറിയാം അവരുടെ മതം യൂറോപ്പും അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയും പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതാണ്. അതിനകത്ത് പ്രാകൃതരായ ഇസ്രായേലുകാർക്ക് വേണ്ടി എഴുതിയതല്ലാതെ സംസ്കാര സമ്പന്നരായ ഭാരതീയർക്ക് വേണ്ടി എഴുതിയതൊന്നുമില്ല. അതുപോലെ തന്നെ പ്രാകൃതരായി ജീവിച്ചിരുന്ന അറേബ്യക്കാർക്ക് വേണ്ടി എഴുതിയ ഗ്രന്ഥമാണ് ഖുർആൻ. അതിനകത്ത് സംസ്കാര സമ്പന്നരായ ഭാരതീയർക്ക് വേണ്ടി എഴുതിയതൊന്നുമില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും യഹോവയെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും വേദത്തിൽ പറയുന്നുണ്ട്, ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്, ഭാരത ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അദ്വൈതത്തിൽ പറയുന്നുണ്ട്. കാരണം അവനവന് അപകർഷതാബോധം ഉണ്ടാവുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും നിങ്ങളുടെ പുസ്തകത്തിലും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരിക. അല്ലെങ്കിൽ എന്തിനാ ആശ്വസിക്കേണ്ടി വരിക? നമ്മൾ ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ടോ ഹിന്ദു ദേവതമാരും ഹിന്ദു ഈശ്വര സങ്കല്പവും ബൈബിളിലുണ്ടെന്ന്? ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല. ഖുറാനിലുണ്ടെന്ന് എന്തേ പറഞ്ഞിട്ടില്ല? നമുക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ട്, വേറെ ഏതെങ്കിലും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, വേറെ ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. സ്വയം അഭിമാനിക്കാൻ പറ്റുന്നത് നമുക്കുണ്ട്. അങ്ങനെ അഭിമാനിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രണാമം, നമസ്കാരം.